Good morning. Once more, I welcome you back to Mathematical Economics. We have been discussing economic functions. So, how we have discussed demand function, supply function, production function, revenue function, consumption function, saving function, and investment function. And today we discuss cost function. Like other functions, the cost function also explains the relationship between cost of production and its determinants. The cost of production is determined by the factors like output produced, price of inputs, technology, etc. And the relationship between the determinants of cost of production and the cost is referred to as cost of production. മൊത്തം ഉൽപ്പാദന ചെലവ് അഥവാ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒന്ന് ഉൽപ്പാദിപ്പിച്ച ഔട്ട്പുട്ടിൻ്റെ അളവ്, രണ്ട് ഇൻപുട്ടുകളുടെ വില, മൂന്ന് ടെക്നോളജി മുതലായവയാണ്. എങ്കിലും പൊതുവെ കോസ്റ്റിനെയും ഔട്ട്പുട്ടിനെയും ബന്ധപ്പെടുത്തിയിട്ടുള്ള ഫംഗ്ഷനായിട്ടാണ് നമ്മൾ കോസ്റ്റ് ഫംഗ്ഷനെ പ്രതിപാദിക്കാറുള്ളത്. ദാറ്റ് ഈസ് we refer total cost of production as a function of amount of output produced. Therefore, mathematically, we express the cost function as C is a f of q. Let C is a f of q is the cost function where C is the total cost of production and q is the amount of output produced. Normally, the output function takes a cubic form. Cube plus 2x square minus 10x plus 100 like. This is an imaginary cost function. This is an imaginary cost function where the highest power of this equation is 3 and the function is a cubic function. ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പൊതുവെ ഒരു ക്യൂബിക് ഫംഗ്ഷൻ, അതായത് ഡിഗ്രി 3 വരുന്ന ഒരു ഫംഗ്ഷനായിട്ടാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ റെഫർ ചെയ്യാറുള്ളത്. എങ്കിലും മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ മറ്റ് പല ഫോമുകളിലും ലീനിയറായും ക്വാഡ്രാറ്റിക്കായും എല്ലാം നമ്മുടെ കണക്കുകളിൽ കടന്നു വരാറുണ്ട്. ഉദാഹരണത്തിന് മറ്റൊരു കോസ്റ്റ് ഫംഗ്ഷനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സി ഈസ് ഈക്വൽ ടു 10q square minus 2q plus 1000 is the cost of production. ഇങ്ങനെ ഒരു കോസ്റ്റ് ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. ക്യൂ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വേരിയബിൾ. വേരിയബിളുകൾ ഇല്ലാതെ നിൽക്കുന്ന ഈ 1000നെ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് എന്ന് വിളിക്കാം. എങ്കിൽ വേരിയബിളുകളോടൊപ്പം നിൽക്കുന്ന ഈ ഭാഗമാണ് വേരിയബിൾ കോസ്റ്റ്. കോസ്റ്റ് ഫംഗ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് ഈ പറഞ്ഞത്. ഈ ഭാഗം വേരിയബിൾ കോസ്റ്റും ഈ ഭാഗം ഫിക്സഡ് കോസ്റ്റുമായിരിക്കും. ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷനിൽ നിന്നും നമുക്ക് കോസ്റ്റിൻ്റെ മറ്റ് കൺസെപ്റ്റുകളായ ആവറേജ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ് മുതലായവ കണ്ടുപിടിക്കാവുന്നതാണ്. ഉദാഹരണമായി ടോട്ടൽ കോസ്റ്റിനെ ടോട്ടൽ കോസ്റ്റിനെ ലെവൽ ഓഫ് യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസർ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതായിരിക്കും ആവറേജ് കോസ്റ്റ്. അപ്പോൾ മുകളിൽ പറഞ്ഞ കോസ്റ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ 10q സ്ക്വയർ മൈനസ് 2q പ്ലസ് 1000 എന്ന് പറയുന്ന ടോട്ടൽ കോസ്റ്റിനെ q കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് കിട്ടുന്ന ഉത്തരമായ 10Q minus 2 plus 1000 by Q is the ആവറേജ് കോസ്റ്റ് ഫംഗ്ഷൻ. ഇത് എങ്ങനെ കിട്ടി എന്ന് നമുക്കൊന്നും കൂടി നോക്കാം. നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ C is equal to 10Q square minus 2Q plus 1000. This is the total cost, and the average cost is the total cost divided by Q is equal to 10Q square minus 2Q plus 1000 divided by Q. This is equal to 10Q square by Q minus 2Q by Q plus 1000 by Q. This will be equal to 10Q minus 2 plus 1000 by Q is the average cost. The next concept of cost is marginal cost. കോസ്റ്റിൻ്റെ അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റാണ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷനെ ഔട്ട്പുട്ട് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കിട്ടുന്ന തുകയായിരിക്കും. അതായത് ഈ ഡെറിവേറ്റീവ്, ദ ഡെറിവേറ്റീവ് ഓഫ് ദ ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ ഗീവ്സ് മാർജിനൽ കോസ്റ്റ്. ഇൻ അവർ ഏർലി എക്സാമ്പിൾ C is equal to 10Q square minus 2Q plus 1000. Then marginal cost is equal to dC by dQ is equal to then 20Q minus 2. 20Q minus 2 is the marginal cost. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്നുകൂടി ശ്രദ്ധിച്ച് നോക്കാം. സി എന്ന് പറയുന്നത് കോസ്റ്റ് ഫംഗ്ഷനാണ്. കോസ്റ്റും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻ നമ്മൾ കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നു. മൂന്ന് തരത്തിലുള്ള കോസ്റ്റ് കൺസെപ്റ്റുകൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ടോട്ടൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ തന്നെയായിരിക്കും. ഈ കോസ്റ്റ് ഫംഗ്ഷനെ ഔട്ട്പുട്ട് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതായിരിക്കും ആവറേജ് കോസ്റ്റ്. ഈ കോസ്റ്റ് ഫംഗ്ഷനെ ഔട്ട്പുട്ട് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും മാർജിനൽ കോസ്റ്റ്. ഇതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ച മറ്റ് പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഒരു കോസ്റ്റ് ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് ആവറേജ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ് എന്നിവയുടെ ഒപ്പം തന്നെ കണ്ടെത്താവുന്നതാണ് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. ഓക്കെ.